ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഈ 15-ാം അധ്യായം എ ലിറ്റിൽ ഗോസ്പൽ അഥവാ സുവിശേഷങ്ങളിലെ സുവിശേഷം എന്ന പേരിലാണ് ഈ ഒരു അധ്യായം അറിയപ്പെടുന്നത്. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം എന്ത് എന്ന് കാണിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച 3 ഉപമകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിക്കുന്ന ഇടയൻ. 2, ദ്രഹ്മ അഥവാ നാണയം നഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്ത്രീ. 3, ധൂർത്ത് പുത്രൻ. അവനെ അന്വേഷിച്ച് നോക്കിയിരിക്കുന്ന പിതാവ്. ദൈവം സ്നേഹം മാത്രമാണെന്ന് കാണിക്കുവാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച 3 ഉപമകളാണിത്. അതിൽ ഒന്നാമത്തെ ഉപമ വഴിതെറ്റിപ്പോയ ആടാണ്. ഈ പാപികൾ എന്നറിയപ്പെടുന്നവരോടുള്ള യേശുവിൻ്റെ ആ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഈ ഉപമയിലൂടെ കാണിക്കുന്നുണ്ട്. അന്നത്തെ സാധാരണ ജീവിതത്തിൽ നിന്നാണ് കർത്താവ് ഉപമകളായി ആളുകളെ പഠിപ്പിച്ചിരുന്നത്. അന്ന് മനുഷ്യന് പ്രധാനമായി 2 തൊഴിലുകളാണ് ഉണ്ടായിരുന്നത്. 1, ആടിനെ മേയ്ക്കുക, 2, കൃഷി ചെയ്യുക. അപ്പോൾ ആ സാദൃശ്യത്തിൽ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ 3 ഉപമകൾ എടുത്തിരിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രി പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം പാപികളെ അവർ കണ്ടമാനം വെറുത്തിരുന്നു. അപ്പോൾ ഒരു പാപിക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് തന്നെ സിംഹത്തിൻ്റെ മുമ്പിൽ അവളെ വലിച്ചെറിയുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ പാപികളെന്ന് മനസ്സിലാക്കുന്നവരെ പണം ഏൽപ്പിക്കരുത്, അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കരുത്, ഒരു രഹസ്യവും അവരോട് പറയാൻ പാടില്ല, അവരുടെ കൂടെ യാത്ര പോലും ചെയ്യരുത് എന്നിങ്ങനെയുള്ള വിലക്കുകൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് അടുപ്പം കാണിച്ച് യേശുവിനെ അവർ കൂടുതൽ വെറുക്കാൻ കാരണം. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. നഷ്ടപ്പെട്ടവൻ എന്ന് സമൂഹം വിചാരിക്കുന്നവൻ രക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവിക സ്നേഹം. പാക്കാലങ്ങളിൽ ആടുകളെ മേയ്ക്കുവാൻ ഇടയന്മാർ പോകുന്നു, ആടുകളുടെ കൂടെ നടക്കുന്നു, സഞ്ചരിക്കുന്നു. ആടുകൾ കിടക്കുന്നിടത്ത് അവരും കിടന്നുറങ്ങുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ചിലപ്പോൾ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആടുകളെയും 2-3 ഇടയന്മാർ ചേർന്ന് മേയ്ക്കാൻ കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഏതെങ്കിലും ഒരു ആട് നഷ്ടപ്പെട്ടാൽ ആടിൻ്റെ ഉടയവനോട് ഇടയൻ സമാധാനം പറയണം. അതുകൊണ്ട് ആടുകൾ നഷ്ടപ്പെട്ടാൽ അവർ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അതിനെ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവരുന്ന ആടിനെ കുറിച്ച് ആ ഇടയനും ഉടമസ്ഥനും ഏറെ സന്തോഷം അനുഭവിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇവിടെ ഈ ഉപമ ഇത് പറയുന്നത്. കർത്താവ് ഇത് പറയുമ്പോൾ പാപികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. എന്നാൽ അവരെ രക്ഷിക്കേണ്ട ചുമതലക്കാരായ പരീശന്മാരുടെ ആ ജനത്തെക്കുറിച്ചുള്ള അത് ചിന്തയില്ലാതെയുള്ള ജീവിതത്തെ കർത്താവ് ഇവിടെ കാണിക്കുന്നു. ആട്ടിൻകൂട്ടത്തിൻ്റെ നല്ല ഇടയൻ കർത്താവ് തന്നെയാണെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ
സാദൃശ്യങ്ങളുണ്ടല്ലോ, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കാണാതെ പോകുന്നവനെ, നഷ്ടപ്പെട്ടു പോകുന്നവനെ അവഗണിക്കുകയല്ല, തോളിലേറ്റി സ്നേഹപൂർവം അവനെ മടക്കി കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ ദൈവിക സ്നേഹമെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അയൽക്കാർ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ മാലാഖമാർ എന്ന് പറഞ്ഞ സ്വർഗം സന്തോഷിക്കും. മോശയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. മോശ നമുക്കറിയാലോ, അമ്മായിയപ്പനായ യത്രോവിൻ്റെ ആടുകളെ മേയിച്ച് നടന്നവന്. അദ്ദേഹം ഇങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റി വരുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എൻ്റെ ആടുകളെ മേയ്ക്കുവാൻ മോശയെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് മോശയെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ ദൈവികമായ സ്നേഹം ഈ ആടിനെ കണ്ടെത്തുന്ന ഇടയനിലൂടെ യേശു തമ്പുരാൻ വ്യക്തമാക്കുന്നുണ്ട്. ഞാനും നിങ്ങളും പാപം ചെയ്ത് ദൈവികമായ പദ്ധതിയിൽ നിന്ന് അകലുമ്പോൾ, കാരണം ഇടയൻ്റെ കീഴിലുള്ളവർ നഷ്ടപ്പെടുമ്പോൾ, അതാണ് ഇടയൻ്റെ കീഴിലുള്ളതാണല്ലോ ആട്. ഇടയനെ സ്നേഹിക്കുന്നു, ആട് ഇടയനെ സ്നേഹിക്കുന്നു, അങ്ങനെ അനുസരിക്കുന്നു. അങ്ങനെ സഭയിൽ അംഗമായിരിക്കുന്ന, ദൈവത്തെ മനസ്സിലാക്കിയ, ദൈവത്തിൻ്റെ ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചൊരു വിശ്വാസി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ദൈവത്തിൻ്റെ ആ വേദനയും അന്വേഷണവും മനസാന്തരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗത്തിൻ്റെ സന്തോഷവുമാണ് ഈ ഉപമയിലൂടെ പ്രകടമാക്കുന്നത്. രണ്ടാമത് കർത്താവ് പറഞ്ഞ ഉപമ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അഥവാ സൂസ, അത് തിരിച്ചു കിട്ടിയ സ്ത്രീയുടെ സന്തോഷമാണ്. നമുക്കറിയാം, പണ്ടുകാലത്തും ഇന്നും നാണയത്തിന്മേൽ പണ്ട് കാലങ്ങളിൽ ഭരിക്കുന്ന രാജാവിൻ്റെ രൂപമുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടിലും നാണയത്തിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ അടയാളമുണ്ട്, ചിഹ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവസ്വരൂപമുള്ള മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, ദൈവസ്വരൂപം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്, സ്വർഗത്തിനുണ്ടാകുന്ന വേദനയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സൂസോ എന്ന് പറയുന്ന അന്നത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു ദിവസം വേല ചെയ്താൽ കിട്ടുന്ന കൂലിയുടെ സംഖ്യയായി കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാലങ്ങളിൽ വിവാഹിതരായ സ്ത്രീകൾ അണിഞ്ഞിരുന്ന ശിരോവസ്ത്രത്തിൻ്റെ മുകളിലായി 10 വെള്ളി സൂസാകൾ അവർ ഇങ്ങനെ തുന്നിപ്പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെ അത് അവരുടെ വലിയ വിലയുള്ളതായി, അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിൻ്റെ മഹത്വമായി അവർ കണ്ടിരുന്നു. അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ സ്ത്രീക്കുണ്ടാകുന്ന ഒരു ദുഃഖം, ഏത് രീതിയിൽ നോക്കിയാലും അതൊരു വിലയേറിയ ഒരു വസ്തുവാണ്. അതുപോലെ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ച് തെളിച്ചു എന്നാണ്, അന്വേഷിച്ചു എന്നാണ്. ഇതാണ് വിളക്കെന്ന് പറഞ്ഞ പ്രകാശത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. കർത്താവ് തന്നെയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമായ കർത്താവ് നമ്മെ അന്വേഷിക്കുന്ന ആ ഒരു അനുഭവമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടുകിട്ടുന്നിടം വരെ ആ സ്ത്രീ അന്വേഷിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ദൈവസ്ഥനെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മനസ്സാന്തരപ്പെട്ട് തിരിച്ചു വരുന്നിടം വരെയും ദൈവത്തിൻ്റെ മാനസികമായ വേദന ഈ സ്ത്രീയിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നു. ദൈവത്തെക്കുറിച്ച് യഹൂദ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന ചിന്ത, ദൈവം പാപികളെ വെറുക്കുന്നു, പാപികളെ ശിക്ഷിക്കുന്നു, അനുദപിച്ചാൽ സ്വീകരിക്കുമെന്നായിരുന്നു.
എന്നാൽ ദൈവം പാപിയെ അന്വേഷിച്ച് രക്ഷിക്കും എന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. സ്വയം അവന് ഇത് തിരിച്ചു വന്നാൽ പശ്ചാത്തപിച്ചാൽ ദൈവം സ്വീകരിക്കുമെന്ന് അവർ ഇത് വിശ്വസിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. മൂന്നാമത് കർത്താവ് പറഞ്ഞ ഉപമയാണ് വാത്സല്യവാനായ പിതാവും ധൂർത്തനായ പുത്രന്റെയും ഉപമ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു മനുഷ്യന് 2 മക്കൾ. ഈ 2 മക്കൾ സഭയിൽ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരപ്പൻ്റെ മക്കളായിരിക്കുന്ന 2 സ്വഭാവമുള്ള ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂത്ത മകൻ പിതാവിനോടുകൂടെ താമസിക്കുന്നവനാണെങ്കിലും അവന് പിതാവിൻ്റെ സ്വഭാവമില്ല. നീതിമാനാണെന്ന് സ്വയം ഇത് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ സഭയിൽ അംഗത്വമുണ്ട്, കൂദാശകളിലും ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റവനെ പോലെ അല്ല, ഞാൻ നീതിമാനാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ചില ആളുകളെയാണ് മൂത്തപുത്രൻ ഇവിടെ പ്രതികരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പുത്രൻ പിതാവിൽ നിന്ന് അകന്നു പോയ ശേഷം പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്ന പാപികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള 2 കൂട്ടരെ സഭയിലെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ മൂത്ത മകനും ഇളയ മകൻ 2 പേരും ഒരേ പിതാവിൻ്റെ പുത്രന്മാരാണ്. ഇളയ മകൻ കർത്താവിനെ രക്ഷകനായി ദൈവത്തെ പിതാവായി സ്വീകരിച്ച സഭാംഗമായിരിക്കുന്ന ക്രൈസ്തവനാണ്. എന്നാൽ അവൻ ആ പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ചിത്രം ഈ മകനിൽ നമ്മൾ കാണുന്നു. ഈ മകന് പിതാവിൻ്റെ സ്വത്തിന്മേൽ അവകാശമുള്ളവനാണ്. അതിൽ നിന്ന് അവൻ്റെ ആവശ്യമനുസരിച്ച് അവൻ അനുഭവിച്ചു വന്നവനുമാണ്. പിതാവിൽ നിന്ന് സ്നേഹമല്ലാതെ കോപശിക്ഷ ഒരിക്കലും അവൻ ഏറ്റവനുമല്ല. ആ രീതിയിൽ എല്ലാ രീതിയിലും അവനെ സംതൃപ്തനാണ്. എന്നാൽ അവന് പിന്നീട് തോന്നി ഈ പിതാവിൻ്റെ അടുത്തുള്ള ഈ സാമീപ്യത്തേക്കാൾ നല്ലതാണ് ഇതിന് പുറത്തുള്ള സ്വാതന്ത്ര്യം. കുറെ കൂടി എനിക്ക് നന്മതിന്മകളെ കൂടുതൽ ആസ്വദിക്കാനുള്ള അവൻ്റെ ഒരു പ്രവണത. എന്ന് പറഞ്ഞാൽ ദൈവ നിയന്ത്രണത്തിന് വിധേയമാകാതെ ജഡത്തിൻ്റെ ഇംഗിതങ്ങൾക്ക്, ആശകൾക്ക് കീഴ്പ്പെടുന്ന മനുഷ്യൻ്റെ പ്രതിരൂപമായിട്ടാണ് ഈ ധൂർത്തപുത്രൻ ഇവിടെ ഇത് നിലകൊള്ളുന്നത്. പിതാവിൽ നിന്നുള്ളതെല്ലാം മക്കൾക്കുള്ളതാണെന്നുള്ള ബോധം അവനുണ്ടെങ്കിലും നിയന്ത്രണാതീതമായ ഒരു ജീവിതം അവൻ മോഹിച്ച അത്യാഗ്രഹിയാണ്. ഇവന് പറ്റുന്നത് അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ കേവല വിചാരങ്ങൾക്ക് വേണ്ടി അവനിവിടെ കീഴ്പ്പെടുകയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ ഉപദേശങ്ങളൊക്കെ അവൻ അവഗണിച്ച് സ്വന്തം മോഹത്താൽ അവൻ പിതാവിൽ നിന്ന് അകന്നു പോകുന്നു. അക്കാലങ്ങളിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിതാവിൻ്റെ മരണശേഷമാണ് മക്കൾക്ക് സ്വത്തിന് മേലവകാശം. അപ്പം അതുവരെ അവന് വെയിറ്റ് ചെയ്യാൻ അവന് തയ്യാറല്ല. അവൻ അപ്പനോട് ആവശ്യപ്പെടുന്നു, എൻ്റെ സ്വത്ത്, എൻ്റെ വീതം എനിക്ക് നീ ഭാഗിച്ചു തരണം. അപ്പോൾ അപ്പൻ അത് ഉടനെ തന്നെ നൽകുകയാണ്. ഇവിടെ ചില ആളുകൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൻ ആ സമ്പത്ത് കൊടുത്തത് കൊണ്ടല്ലേ അവൻ നശിപ്പിക്കേണ്ടി വന്നത്? അങ്ങനെ വേണേൽ നമുക്ക് ചിന്തിക്കാം. അപ്പൻ കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ അവൻ നഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് സ്വരൂപം സാദൃശ്യത്വം എന്നതിൻ്റെ
ആന്തരിക അർത്ഥം ഒന്ന് ഫ്രീ വിൽ എന്നുള്ളതാണ്. നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനും അവിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ഉൾക്കൊള്ളാനും പുറന്തള്ളാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടെ ദൈവം സൃഷ്ടിച്ച ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. അപ്പം ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 3:20 പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരും, അവനോട് ചേർന്ന് അത്താഴം സന്തോഷം പങ്കുവയ്ക്കും. ബലം പ്രയോഗിച്ച് തുറക്കുമെന്ന് ഇവിടെ പറയുന്നില്ല. ഓട്ടെ, ഇവനിങ്ങനെ അപ്പനിൽ നിന്ന് ഇവൻ അകന്നു പോയി. അതിൻ്റെ അനന്തര ഫലം എന്താണ്? അവൻ്റെ കഴിവുകളെല്ലാം നശിച്ച ഒരു നിസ്സഹായനായ മനുഷ്യനായി അവൻ മാറുന്നു. അവൻ മനസ്സിൽ കണക്ക് കൂട്ടിയ ആ സുഖമെല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി. സ്വയത്തിൽ ആശ്രയിച്ച് അഹങ്കരിച്ചവനാണ് അവൻ. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പിതൃവാത്സല്യം അനുഭവിച്ച് പിതാവിനോട് ചേർന്ന് ജീവിച്ചവൻ അവൻ ഇന്ന് പിശാചിന് അടിമയായിട്ട് തീരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊരു മുതലാളിയുടെ അടിമത്തത്തിലേക്ക് അവൻ പോകുന്നു. ഇവൻ സ്വതന്ത്രനായി പിതാവിനോട് ചേർന്ന് ജീവിച്ചവനാണ്. യഹൂദന്മാർക്ക് ഏറ്റവും നിഷിദ്ധമായ ഒരു ജോലിയായിരുന്നു പന്നിയെ മേയ്ക്കുക എന്നുള്ളത്. കാരണം അശുദ്ധ മൃഗമായിട്ട് അവർ അതിനെ കണ്ടിരുന്നു. ദൈവസ്ഥനിൽ ഒരിക്കലും പന്നിയെ അവർ കൊണ്ടുവരികയില്ല. പന്നിയുടെ മാംസം അവർ ഭക്ഷിക്കുമായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവന് പിന്നീട് വരുന്നതായ അവസ്ഥയാണ് അവൻ മറ്റുള്ള മുൻപാകെ അവഹേളന പാത്രമായി മാറും. അങ്ങനെ അകലുന്ന മനുഷ്യന്റെ ജീവിത ദുരന്തം ഈ മകനിലൂടെ കർത്താവ് ഇവിടെ വെളിവാക്കുകയാണ്. പിന്നീട് അവൻ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ആ ജീവിത സാഹചര്യം അവനെ സ്വബുദ്ധിയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പം മനുഷ്യ ജീവിതത്തിലെ പ്രതികൂലതകൾ ദൈവത്തെങ്കിലേക്ക് നമ്മളെ വിളിക്കുന്ന അനുഭവങ്ങളായി, ആഹ്വാനമായി കാണുന്നതാണ് സ്വബുദ്ധി എന്ന് പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവത്തിലേക്കുള്ള അടുപ്പം നമുക്ക് സാധ്യമാകണം. അത് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ക്ഷണമായി അതിനെ കാണണം. തിരിച്ചു പോകാനുള്ള ഈ ഈ തിരിച്ചടപ്പം എന്നുള്ളതാണ് മാനസാന്തരം. ഗ്രീക്കിൽ മെറ്റനോയ എന്ന വാക്കാണെന്ന് പറഞ്ഞാൽ തിരിച്ച് നടക്കുക എന്നാണ് ആ വാക്കിന് തന്നെ അർത്ഥം. അങ്ങനെ ഒന്ന് തിരിച്ചു നടക്കാനുള്ള തീരുമാനമെടുക്കുന്ന അവസരമാണത്. മറ്റുള്ളവർ എന്തെല്ലാം നിർബന്ധിച്ചാലും ഓരോ വ്യക്തിയും എടുക്കുന്ന ആ ഒരു തീരുമാനത്തിലാണ് അതിൻ്റെ പ്രസക്തിയുള്ളത്. ഈ മകനിൽ കാണുന്ന മറ്റൊരു ഗുണം, എടുത്ത തീരുമാനം ഉടനെ തന്നെ അവൻ പ്രായോഗികമാക്കുകയാണ്. അങ്ങനെ അല്ല നാളെ ആവാം, അല്ലെ 10 വർഷം കഴിഞ്ഞാകാം, അല്ല ഞാൻ വാർദ്ധക്യത്തിലാകുമ്പോൾ ആകാം, ഇപ്പം ഞാൻ ജോലി തിരക്കുള്ളവന് അന്നേരം മാനസാന്തരപ്പെടാം എന്നും പറഞ്ഞ് അവനത് മാറ്റിവെക്കുന്നില്ല. പെട്ടെന്ന് തീരുമാനം ദൈവസ്ഥനെടുത്ത ആളുകളാണല്ലോ വിശുദ്ധ പൗലോസ്ലീഹ. എന്ത് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്നവൻ. ഏശായ പ്രവചനം 6-ാം അധ്യായം, ഏശായ ദൈവം പറയുമ്പോൾ ആരെനിക്ക് വേണ്ടി പോകും, അടിയനിതാ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പോകാൻ തയ്യാറാവുന്നു. ക്രിസ്തു ദൈവമാതാവ് മാലാഖയുടെ അറിയിപ്പുണ്ടായപ്പോൾ ഇതാ സംശയങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എങ്ങനെ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കും? പക്ഷെ മാലാഖ പറഞ്ഞ വചനത്തിൽ പെട്ടെന്ന് വിശ്വസിച്ച് ഉടൻ തന്നെ സമർപ്പിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ.
ഈ മകനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനമെടുത്ത നിമിഷമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ദ മൊമെന്റ് ഈസ് ദ മദർ ഓഫ് ദി ഫ്യൂച്ചർ എന്ന്. അവന് നമുക്കറിയാം, പിന്നീട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. മനസ്സിൽ അവന് ചില കാര്യങ്ങൾ അവൻ തീരുമാനിക്കുന്നു, പിതാവിനോട് ചെന്ന് പറയേണ്ട കാര്യങ്ങൾ. ഞാൻ നിന്റെ പുത്രത്വത്തിന് ഞാൻ അവകാശപ്പെടുന്നില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് അതിൻ്റെ കൂലിക്കാൽ ഒരാളായിട്ട് എന്നെ നീ കരുതിയാൽ മതി. പക്ഷേ 20-23 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് വാത്സല്യവാനായ ഒരു പിതാവിനെയാണ്. അവൻ ദൂരെ വന്നപ്പോൾ തന്നെ പിതാവ് കാണണമെങ്കിൽ പോയ നിമിഷം മുതൽ അവനെ അന്വേഷിച്ച് വഴിയിലേക്ക് നോക്കിയിരുന്ന ഒരു സ്നേഹമായിരുന്നു ആ പിതാവെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ പകുതി വഴി വന്നാൽ മതി, പകുതി വഴി അപ്പൻ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. അല്ലാതെ മകൻ വരുന്നുണ്ടേ അവൻ വരട്ടെ, അവനോട് 4 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു അപ്പനല്ല അത്. മകൻ നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിച്ച് ഏതെങ്കിലും നിമിഷം അവൻ മടങ്ങി വരുമ്പോൾ അവനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന സ്നേഹം, അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ഞാനും നിങ്ങളും പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഈ അപ്പനിലൂടെ യേശുദമ്പുരാൻ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ അവൻ കീറത്തുണിയുമായിട്ടാണ് അവൻ മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് അപ്പൻ പറഞ്ഞത് അവന് വിശേഷമുള്ള വസ്ത്രം ധരിപ്പിക്കാൻ. അവൻ ഈ അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ അവന് മേലങ്കി ഉണ്ടായിരുന്നു. അപ്പൻ അവനോട് മനസ്സലിവ് തോന്നി നമ്മൾ വായിക്കുന്നുണ്ട്. പാപിയോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് ഇവിടെ കാണിക്കുക. പിതാവായ ദൈവത്തിൻ്റെ ഈ സ്വഭാവമാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അവൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് അവനെ വിസ്തരിക്കാനോ ഒന്നും കർത്താവ് അവിടെ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ സന്നിധിയിൽ കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയോടും ചുങ്കക്കാരനോടും ഒക്കെ കർത്താവ് കാണിച്ച സ്നേഹം, അവരെ കൂടുതൽ വിസ്തരിക്കുകയോ എന്തിന് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയോ ഒന്നും കർത്താവ് അവിടെ ചെയ്യുന്നില്ല. അപ്പം എന്നാൽ ദൈവം നീതി നിമിത്തം പാപത്തെ അവൻ അത് ശിക്ഷിക്കുന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം പാപിയെ രക്ഷിക്കുന്ന ഒരു വലിയ ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ആ പിതൃസന്നിധിയിലേക്ക് കടന്നു വന്നവനെ അപ്പൻ കൊടുക്കുന്ന ചുംബനമാണ്. സമാധാനത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ലക്ഷണമാണ് ചുംബനം എന്ന് പറയുന്നത്. മേൽത്തരം അങ്കി അവനെ ധരിപ്പിക്കുക. ഇന്ന് പാപമുഖാന്തരം നഷ്ടപ്പെട്ടു ആദം ഊരിക്കളഞ്ഞ മഹത്വത്തിൻ്റെ അങ്കി. യഹൂദന്മാരെ സംബന്ധിച്ചോളം ദാസന്മാർക്ക് അങ്ങനെ മേലങ്കി ധരിക്കാൻ അനുവാദമില്ല. അത് യജമാനന്മാർക്കും അധികാര സ്ഥാനങ്ങൾക്കും മാത്രമായിരുന്നു മേലങ്കി ധരിക്കുവാനുള്ള അനുവാദം. അതാണ് ഈ പിതാവ് അവന് മടക്കി നൽകുന്നത്. ദാസ്യത്വം ചോദിച്ചവന് പുത്രത്വം നൽകുന്ന അപ്പൻ. മഹത്വത്തിൻ്റെ അങ്കി. നമുക്ക് മാമോദീസായിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ തേജസ്സിൻ്റെ അങ്കിയാണിത്. അവന് കൊടുക്കുന്ന മോതിരം അതാണ് വിശുദ്ധ കുർബാനയാണ്. പുതിയ ജീവന്റെ വാഗ്ദത്തമാണ് അധികാരത്തിൻ്റെ ചിഹ്നം. അന്ന് ചെരുപ്പുകൾക്ക് ഇടാനോ അല്ലെങ്കിൽ ചെരുപ്പിടാനുള്ള അനുവാദം അടിമകൾക്കില്ലായിരുന്നു. പക്ഷേ ആ അപ്പൻ അവനെ ചെരുപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അവനുള്ള അധികാരത്തിൻ്റെ ഒരു വലിയ ചിഹ്നം അവിടെ നൽകുകയാണ്. അതിനുശേഷം കാളകളെ അറുത്തുള്ള വലിയ വിരുന്ന് കൊടുക്കുന്നു. പാപിയുടെ മാനസാന്തരത്തിൽ പിതാവായ ദൈവത്തിനും
സ്വർഗത്തിനുമുണ്ടാകുന്ന, മാലാഖമാർക്കുമുണ്ടാകുന്ന വലിയ സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ടപ്പം പറഞ്ഞു, നമുക്കൊരുമിച്ച് സന്തോഷിക്കാം. ഒരു പാപി അനുദപിച്ച് വരുമ്പോൾ ദൈവവും മാലാഖമാരും സ്വർഗവും സഭയ്ക്കും ഉണ്ടാകുന്ന വലിയ സന്തോഷം ഇവിടെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പൻ ഈ ആഹ്ലാദത്തിനുള്ള കാരണം അപ്പൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അപ്പൻ ഇത്ര അധികമായി സന്തോഷിക്കുന്നത്? എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവനിതാ ജീവിച്ചിരിക്കുന്നു. എന്താണ് മരണം? പിതാവിൻ്റെ സാമീപ്യത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ഇവിടെ മരണം. നമുക്കറിയാം, ആദം ദൈവത്തിൽ നിന്ന് പാപം ചെയ്തകന്നപ്പോൾ ആത്മീയമായി അവൻ മരിച്ചു. പിന്നെ 930 വർഷം അവൻ ജീവിച്ചു. ജീവിച്ചത് ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. അപ്പം മരണം എന്തുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയമായ മരണത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവൻ നാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചിരുന്നു. അത് നമ്മൾ ആ ദൈവസ്ഥാനത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരുമ്പോൾ ആ ജീവൻ നമുക്ക് വീണ്ടും ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്, സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അപ്പോൾ ഇവിടെ ഒരു പാപിയായ ഒരു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോലെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ദുഃഖം, മടങ്ങി വരുമ്പോഴുള്ള ദൈവത്തിൻ്റെ സന്തോഷവും സ്നേഹവും ഒക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സന്തോഷവും സ്നേഹവും മനസ്സിലാക്കി വേണം നമ്മൾ പാപങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ച്, എല്ലാ ദിവസവും നമുക്ക് ഈ മനസാന്തരം ആവശ്യമാണ്. കാരണം അനുദിനം നമ്മൾ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാ ദിവസവും നമുക്കൊരു തിരിച്ചു വരവ് ആവശ്യമാണ്. ഇവിടെ നമുക്ക് കാണുന്ന ഈ മൂത്ത മകൻ, ഈ അപ്പൻ ഇവനെ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം സ്വയനീതീകരണം നടത്തുന്ന ഒരു വിശ്വാസിയുടെ പ്രതീകമാണ് അവൻ. ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് പോയിട്ടില്ല, ഞാൻ നിന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ ശുശ്രൂഷിച്ചു, ഇന്ന വേലകളൊക്കെ ഞാൻ സഭയിൽ ചെയ്തു എന്ന് സ്വയം നീതീകരിക്കുന്നവനെങ്കിലും പിതാവിനോട് അവന് ഇളയ മകനുണ്ടാകുന്ന സ്നേഹമില്ല. അവനപ്പനോട് എന്താ പറഞ്ഞത്? നിന്റെ ഈ മകൻ അങ്ങയുടെ മകനെന്നാ പറഞ്ഞത്. എൻ്റെ സഹോദരൻ എന്ന വാക്ക് അവനോട് ഉപയോഗിക്കുന്നില്ല. അവൻ്റെ അപ്പൻ്റെ ആ സ്നേഹത്തിലുള്ള കുറ്റാരോപണമാണ് അവൻ അവിടെ നടത്തുന്നത്. കാരണം സഹോദരൻ പോയത് നന്നായി, അവൻ്റെ സ്വത്തോട് എനിക്ക് അനുഭവിക്കാമെന്ന് വിചാരിച്ചിരുന്നവനായിരിക്കണം അവൻ. എന്നാൽ അപ്പൻ അങ്ങനെയല്ല. നമ്മളൊക്കെ വാസ്തവത്തിൽ ഇതിൽ ഏത് പുത്രനാണെന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും മൂത്ത പുത്രൻ്റെ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരല്ലേ? അതിനേക്കാൾ ഭേദമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ. അവന് മാനസാന്തരമുണ്ട്, താൻ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ നേരത്തെ ചിന്തിച്ചാണല്ലോ, നിങ്ങളെക്കാൾ മുന്നേ പാപികളും ദുഷ്ടരുമൊക്കെ സ്വർഗരാജ്യം അവകാശമാക്കും. കാരണം യോഹന്നാൻ നീതിമാർഗം ഓതി വന്നു, നിങ്ങൾ അവനെ കൈക്കൊണ്ടില്ല, എന്നെയും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. എന്നാൽ ചുങ്കക്കാരെന്നും പാപികളെന്നും കൊള്ളരുതാത്തവരെന്നും നിങ്ങൾ പറഞ്ഞവർ ആ വാക്കിൽ വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ ആ ധൂർത്തപുത്രൻ്റെ ആ പ്രതീകമാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ശാസ്ത്രീയ പരീക്ഷന്മാർ ഈ മൂത്ത പുത്രന് ഇത് തുല്യമാണ്. അവരെ സൂചിപ്പിക്കാൻ കൂടിയാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ചുരുക്കത്തിൽ ഈ 3 ഉപമകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിന്ത എന്താണ്? ഒരു മനുഷ്യന് നഷ്ടപ്പെടരുതെന്നുള്ള
വലിയ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരുവൻ പാപം ചെയ്ത് അകന്നു പോയാൽ അവനെ അന്വേഷിക്കുകയും കണ്ടെത്തുമ്പോൾ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന വലിയ മനോഭാവം. 3, ഏത് കൊടും പാപം ചെയ്തവനാണേലും തിരിച്ചു വരാനൊരു മനസ്സുണ്ടെങ്കിൽ അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന സ്നേഹമാണ് ദൈവം. 4, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മൂത്തപുത്രൻ സ്വയം നീതീകരിക്കുന്നവനാണ്. അവൻ പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നു, ക്രിസ്ത്യാനി എന്ന പേരുണ്ട്, സഭയിൽ അംഗത്വമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സ് അപ്പനോട് അകലെയാണ്. ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുന്നതാണ് ശ്രേഷ്ഠത. ഇളയ മകൻ പോയി, അവൻ തെറ്റ് ജീവിച്ചെങ്കിലും ദൂരെ ഇരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് അപ്പനെക്കുറിച്ച് അവൻ ചിന്തിച്ചു, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് ഇതിനെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന വേദഭാഗമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. ദൈവീക സ്നേഹം ഇതിലൂടെ കർത്താവ് നമുക്ക് വെളിവാക്കി തരുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആ ധൂർത്തപുത്രനെ പോലെ, ദൈവമേ, എൻ്റെ വാക്കിലും വിചാരത്തിലും വചനത്തിലും പ്രവൃത്തികളൊക്കെ കുറവുകൾ സംഭവിച്ചു പോയി, നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.